നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇതുണ്ടല്ലോ, തൊടുപുഴ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രമാണ്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പഞ്ചപാണ്ഡവരിൽ മൂത്തയാളായ യുധിഷ്ഠിരൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ഇന്ന് നിങ്ങളീ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ 7ാം ദിവസത്തെ കാഴ്ചകളാണ്. 7ാം ദിവസത്തെ കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. ക്ഷേത്ര തിരുമുറ്റത്ത് ഒരമ്മ പറ നിറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഗുരുവായൂരപ്പ വലത് കൈയിൽ വെണ്ണ ഏന്തിയ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോഴേതാണ്ട് വൈകുന്നേരം സന്ധ്യയോടായി അടുത്തു വരുന്നു. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളും വിളക്കുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്ന് വലത്തിട്ട് വരാം. ഇടത് സൈഡിൽ ഇന്ന് MG ശ്രീകുമാറിൻ്റെ ഗാനമേളയുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഗാനമേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. നമുക്കൊന്ന് പുറത്തു പോയി വരാം. ഇന്ന് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മയിലക്കൊമ്പ് യാത്രയുടെ ദിവസമാണിന്ന്. മയിലക്കൊമ്പ് ഒരു ദേവീക്ഷേത്രത്തിലേക്ക് അദ്ദേഹം യാത്ര പോകും. നമുക്ക് പുറത്തു നിന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് ക്ഷേത്രത്തിന് നേരെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകളാണ്. സന്ധ്യയോടുകൂടി ഭഗവാൻ ഇവിടുന്ന് മയിലക്കൊമ്പിലേക്ക് യാത്ര ചെയ്യും. ഇതാണ് കാഞ്ഞിരക്കാട്ട് മഠം ദേവീക്ഷേത്രം. മയിലക്കൊമ്പിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടേക്കാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ ഞാൻ എത്തുമ്പോൾ ഇവിടെ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇതാണ് ദേവീക്ഷേത്രം. ഇതിനെക്കുറിച്ച് പല കഥകളുമുണ്ട്. പൊതുവെ പറയാറുള്ളത് അദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് പോരുന്നതാണ് എന്നൊക്കെ നാട്ടിൽ കഥകളുണ്ടെങ്കിലും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കാരണം ഉണ്ണിക്കണ്ണനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം മാതൃഭാവത്തിലുള്ള ദേവിയെ കാണാനാണ് വന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പല്ലാട്ട് ബ്രഹ്മദത്തനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇവിടെ ഇരുട്ടിൽ നിൽപ്പുണ്ട്. അകത്ത് പൂജകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 8:30 ഇവിടുന്ന് തിരിച്ച് പുറപ്പെടും. തീവെട്ടിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ അദ്ദേഹത്തിൻ്റെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിരിക്കുന്നു. തിടമ്പെഴുന്നള്ളിക്കാൻ തീവെട്ടി കത്തിച്ചു കഴിഞ്ഞു. തിടമ്പെഴുന്നള്ളിക്കാനായിട്ട് അദ്ദേഹം വരികയാണ്. ഈ മയിലക്കൊമ്പ് യാത്രയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പല്ലാട്ട് ബ്രഹ്മദത്തൻ സർവ പ്രൗഢിയോടുകൂടി മുമ്പോട്ട് വരികയാണ്. ഈ ദേവീക്ഷേത്രത്തിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി ഇദ്ദേഹം തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി ഉള്ള എല്ലാ സ്ഥലങ്ങളിലും പറയെടുക്കാനുള്ളതെല്ലാം പറയെടുത്ത് ആണ് 5 കിലോമീറ്ററോളം അപ്പുറമുള്ള ആനക്കോട് കവലയിലെത്തുന്നത്. ആനക്കോട് കവലയിൽ രാത്രി പ്രത്യേക സ്വീകരണമുണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇതിൽ കാണാം. ഇടംപേറ്റി അദ്ദേഹം പല്ലാട്ട് ബ്രഹ്മദത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തിരിച്ചു പോകുമ്പോൾ
ഒരു മഴ പെയ്യാറുണ്ട്. നനഞ്ഞാണ് ഇവിടുന്ന് സാധാരണ പോകാറുള്ളത്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാവും എന്തോ ഈ വർഷം ഏതൊക്കെയാലും മഴയില്ല. പോകാനുള്ള തയ്യാറെടുപ്പുകളായി. അവിടുന്ന് വിട പറഞ്ഞ് പോവുകയാണ്. കാഞ്ഞിരക്കാട്ട് മഠത്തിൻ്റെ വകയാണ് ഇവിടെയുള്ള ഈ ചെറിയ ദേവീക്ഷേത്രം. ആ മഠമാണ്, മഠത്തിൻ്റെ മുറ്റത്തൂടെയാണ് പല്ലാട്ട് ബ്രഹ്മദത്തൻ പോകുന്നത്. നമുക്ക് പല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ പുറകെ തന്നെ പോവാം. തീവെട്ടിയുമൊക്കെ ആയി, ചെണ്ടമേളമൊക്കെ ആയി പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഈ സമയത്ത് തൊടുപുഴ ആനക്കോട് ജംഗ്ഷനിൽ തൊടുപുഴ ശ്രീകൃഷ്ണനെ, മൈലക്കൊമ്പ് ക്ഷേത്രത്തിൽ നിന്നും വരുന്ന ശ്രീകൃഷ്ണനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലൂടെ നടക്കുകയാണ്. അന്നദാനം നടക്കുന്നു. പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഭയങ്കരമായ തിരക്കാണ് കേട്ടോ ഇവിടെ. MG ശ്രീകുമാറിൻ്റെ ഗാനമേളയും ഒക്കെ കൊണ്ടായിരിക്കണം ഇന്ന് പതിവിലധികം തിരക്കാണ്. ഇവിടെ ചെണ്ടമേളം അരങ്ങേറുന്നു. ഒരു കച്ചേരി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ചെണ്ടമേളം നടക്കുന്നു. ആകെ തൊടുപുഴക്കാരുടെ ഒരു ഉത്സവ രാത്രിയാണെന്ന് തൊടുപുഴ അമ്പലത്തിലെ 7ാം ഉത്സവം. വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാത്രമേ ഇപ്പോൾ കടത്തി വിടുന്നുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. ചുറ്റുവട്ടം കടത്തി വിടുകയാണ്. പല്ലാട്ട് ബ്രഹ്മദത്തിനും ബംഗളൂർ സിഗ്നൽ ജംഗ്ഷനിൽ ഭഗവാൻ എത്തിയിട്ടുണ്ട്. പലയിടത്തു നിന്നും പറവച്ചാണ് വരുന്നത്. ഇവിടെ പല പറകൾ എടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞ് അദ്ദേഹം ആനക്കോട് കവലയിലെത്തുകയുള്ളൂ. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത്. ബംഗളൂർ ജംഗ്ഷനിൽ തന്നെ ഒരു പറയുണ്ട്. വീണ്ടും മുമ്പോട്ട് നീങ്ങണം. ഇനി ഏതാണ്ട് 1 കിലോമീറ്ററൂടെ ഉണ്ട് ആനക്കോട് കവലയിലേക്ക്. ആ സ്വീകരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഷാപ്പുംപടിയിലെത്തി. അവിടെയുമുണ്ട് പറകൾ വയ്ക്കുന്നുണ്ട്. പറകളൊക്കെ വെച്ച് അവിടെ നിന്ന് എടുത്ത് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ആനക്കോട് കവലയിലുള്ള സ്വീകരണ സ്ഥലത്തെത്തി. അവിടെ ചെണ്ടമേളം അരങ്ങേറുകയാണ്. കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കുക.
ആലക്കോട് കവലയിൽ നിന്നും സ്വീകരണം കഴിഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്നത് വരെ ഈ ചെണ്ടമേള ഇവിടെ ഉണ്ടാവും. നമുക്കൊരു പൂഴിയിട്ടാൽ താഴെ വീഴില്ലാത്ത രീതിയിൽ ജനങ്ങളാണ്. ദൂരെ നമുക്ക് ഭഗവാനെ കാണാം. പല്ലാട്ട് ബ്രഹ്മദത്തിൻ്റെ മുകളിൽ കയറി എഴുന്നള്ളിയിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഇവിടുന്ന് കാണാം. ഭക്തിനിർഭരമായ ഒരു സമയവും കൂടിയാണിത്. നേരത്തെയൊക്കെ 3-5 ആനകളൊക്കെ ഉണ്ടാകാറുള്ളതായിരുന്നു. ഇത്തവണ എന്താണെന്നറിയില്ല, ഒരു ആന മാത്രമേ ഉള്ളൂ. എന്നാലും പ്രൗഢിക്കൊരു കുറവുമില്ല എന്ന് വേണം കരുതാൻ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ 2025 7ാം ദിവസത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ വളരെ നന്ദി.